ഹേയ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു ചെറിയൊരു കുട്ടി വ്ളോഗാണ്. അപ്പോൾ തലേന്ന് തന്നെ ഞാൻ എൻ്റെ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മോളാണെങ്കിൽ നല്ല ഉറക്കമാണ്. രാവിലെ അപ്പം ഷോപ്പിലേക്ക് പോകുമ്പോൾ അപ്പാൻ്റെ കൂടെ പോയിട്ട് അവിടുന്ന് ബസ് കയറിയിട്ട് നേരെ തിരൂർക്ക് വരാമെന്നാണ് പ്ലാൻ ഇട്ടത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് കോഴിക്കോടാണ്, എൻ്റെ വീട് തിരൂരാണ്. അപ്പോൾ കുറച്ചൊരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ. ബിലു ഇവിടെ ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ലായിരുന്നു. ബിലുവിൻ്റെ കൂടെ പോവുക, ബിലുവിൻ്റെ കൂടെ വരിക, ആ ഒരു മെത്തേഡായിരുന്നു നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിലു പോയതിന് ശേഷം ഫുള്ള് ട്രാപ്പായി. പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് പോവാനും മോളെയും കൊണ്ട് ഒറ്റയ്ക്ക് പോവാനും വരാനും ഒക്കെ ഞാൻ നല്ലോണം പഠിച്ച്, അത് വലിയൊരു പ്ലസ് പോയിൻ്റ് ആണല്ലോ. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ഒരു 6:45 7 മണി ആയിക്കണം കേട്ടോ. 7 മണി ആയപ്പോഴത്തേക്ക് നമ്മൾ ഉപ്പാൻ്റെ കൂടെ പോയി പുതിയ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഡയറക്റ്റായിട്ട് തിരൂർക്ക് ബസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ബസ്സിൽ കയറിയിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. തിരൂരെത്തിയാൽ അനിയനോട് വിളിക്കാൻ വേണ്ടി വരാൻ പറഞ്ഞിരിക്കണേ. ഞാൻ വരുന്ന കാര്യം വീട്ടുകാർക്കൊന്നും അറിയില്ലായിരുന്നു. ഒരു സർപ്രൈസ് ആക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് പോയതാണ്. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്ന തിരൂരത്തെ ബസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രണ്ടാളും കൂടി ബസ്സൊക്കെ കയറ്റി തന്ന് ബാഗൊക്കെ ഒരു സ്ഥലത്ത് സൈഡാക്കി വെച്ച് നമ്മൾ ബസ്സിൽ കയറി ഇരുന്ന്. ബസ്സിൽ കയറിയപ്പോൾ തന്നെ ആൾക്ക് ഭയങ്കര ഇതായിരിക്കണം കേട്ടോ. നല്ല ഇതിലാണ്, പുല്ലൂർക്ക് പോവുകയാണ്, അപ്പാപ്പാൻ്റെ അടുത്തേക്ക് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സംസാരമൊക്കെ ഇരുന്ന്. പിന്നെ ഒരു ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് വാങ്ങി. ആൾക്ക് അതില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ പിന്നെ അതൊക്കെ വാങ്ങി ഓളെ സോപ്പിടാൻ ഓളെ കയ്യിൽ കൊടുത്ത്. അങ്ങനെ ഓള് ബിസ്ക്കറ്റ് തിന്ന് ഒരു 10 മിനിറ്റായിട്ട് നമ്മൾ ഇരുന്നിട്ടുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ തന്നെ ബസ് എടുത്തിക്കണ്. അങ്ങനെ ബസ്സിൽ നമ്മൾ കുറേ തോന്നണം ഒരു 1.5 മണിക്കൂറാണ് സാധാരണ ബസ്സിലൊക്കെ പോകുമ്പോൾ ഉണ്ടാവില്ല. പിന്നെ ഇപ്പോൾ അവിടെ അങ്ങനെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഡിലേ ആവുമോ ഒന്നും അറിയില്ലായിരുന്നു. പിന്നെ എപ്പോൾ പോവുകയാണെങ്കിൽ എനിക്കൊരു ടെൻഷനാണ്, ഓള് കരയോ എന്നുള്ള. പക്ഷേ രാവിലെ ആയതുകൊണ്ട് നേരത്തെ എണീറ്റതാണല്ലോ, അപ്പോൾ ആൾ വേഗം സൈഡായി പോയി ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ കുറേ തട്ടി ഓളെ ഉറക്കി കൊടുത്ത്. അങ്ങനെ നേരെ ബസ് കയറിയിട്ട് നമ്മൾ ബസ് രാമനാട്ടുകര കുറച്ച് നേരം നിർത്തിയിട്ടിട്ടാണ് പിന്നെ സ്റ്റാർട്ട് ചെയ്യൽ കേട്ടോ പോവാൻ. അങ്ങനെ ഇതാ കണ്ടില്ലേ, റോഡ് പണിയാണ്, എല്ലായിടത്തും റോഡ് പണിയാണ് നടക്കുന്നത്. അങ്ങനെ നമ്മൾ കുറേ JCBയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നമ്മൾ ബസ്സിൽ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും എനിക്ക് ഈ ഒരു സ്പോട്ട് എത്തുമ്പോൾ എനിക്ക് എപ്പോഴും പേടിയാണ് കേട്ടോ. കുറച്ചോനെ ബസ് എങ്ങാനും പറഞ്ഞ് താഴത്തേക്ക് വീണാലോ എന്നുള്ളൊരു പേടിയാണ്. ഞാനും മോളും ഒറ്റക്കല്ലേ, അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. ഈ ഒരു സ്ഥലത്തുമ്പോൾ ഭയങ്കര താഴ്ചയാണല്ലോ. അങ്ങനെ നമ്മൾ പരപ്പനങ്ങാട് എത്തിയിട്ട് ആൾ ഭയങ്കര ഉറക്കം തന്നെയാണ് കേട്ടോ. ഉറങ്ങി എണീറ്റിട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷെ താന്നൂരെത്തിയപ്പോഴത്തിന് ആൾ എണീറ്റ് ഒരു മന്ദഗതിയിൽ നിൽക്കുകയാണ് ഇപ്പോൾ. എൻ്റെ മടിയിലാണ് കിടന്നുറങ്ങിയത്. ബസ്സിലൊന്നും തിരക്കില്ലായിരുന്നു, ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ. അപ്പോൾ പിന്നെ സുഖമായിട്ട് നമ്മൾ എത്തിക്കണ്. ഓളും കരഞ്ഞിട്ടോ എന്നെ വെറുപ്പിച്ചിട്ടോ ഒന്നും ഇല്ലായിരുന്നു. നല്ല കുട്ടിയായിട്ട് തിരൂര് വരെ നിന്നിക്കണ്. അങ്ങനെ പിന്നെ തിരൂരെത്താൻ കുറച്ച് മുന്നേ അവിടെ എന്തോ ഒരു ഉത്സവമല്ല, ഇപ്പം മറ്റേ മലക്ക് പോണ സംഭവമായതുകൊണ്ട് എല്ലാ അമ്പലത്തിലും ഓരോ പരിപാടിയാണല്ലോ. അപ്പം അങ്ങനെ ഓരോ പരിപാടി ഉണ്ടായിരുന്നു. കാളനൊക്കെ കണ്ടു. പക്ഷേ ഓൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ തിരൂർ പോലീസ് സ്റ്റേഷന് കണ്ടില്ലേ. അപ്പോൾ അനിയനെ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഞങ്ങൾ തിരൂർ സ്റ്റാൻഡ്. പണ്ടൊക്കെ ഇവിടെ എത്ര കളിച്ചതെന്നല്ല കേട്ടോ. അങ്ങനെ സ്റ്റാൻഡിലെത്തിയപ്പോൾ കുറച്ച് പൊരിച്ച കടിയൊക്കെ കണ്ടപ്പോൾ അതൊക്കെ വാങ്ങി ഒരു 4 എണ്ണം വാങ്ങിയിട്ട് കയ്യിൽ പിടിച്ച്. അപ്പോഴത്തേനും ഓന് വിളിക്കാൻ വന്നിരുന്നു. ഓന് കാറായിട്ടാണ് കേട്ടോ വന്നത്. അങ്ങനെ കാറിൽ കയറി നമ്മൾ പതുക്കെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. പിന്നെ കാറ് കയറിയ മോൾക്ക് ഭയങ്കര ഇതക്കേടാണ് കേട്ടോ. ഓൾക്കൊരു സുഖമില്ലായ്മയാണ്. അങ്ങനെ അപ്പോൾ കാറിൽ കയറിയപ്പോഴാണ് ഓൾ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് കരഞ്ഞത്. അങ്ങനെ നമ്മൾ പുല്ലൂരെത്തി. അപ്പം നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കൊക്കെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. റിയാക്ഷനും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. കാരണം അവർക്കൊന്നും വീഡിയോയിൽ വരാൻ താല്പര്യമില്ലല്ലോ. അപ്പം നമ്മൾ വെറുതെ എന്തിനാണ്. അങ്ങനെ നമ്മൾ പുല്ലൂരെത്തിയോൾ വീട് സംഭവം അവിടുത്തെ വഴി കണ്ടപ്പോഴുള്ള ചിരിയാണ് കേട്ടോ ചിരിക്കണത്. അങ്ങനെ വീട്ടിലെത്തി. എല്ലാവരും വിചാരിച്ചിരിക്കണം ആരാ ഇപ്പോൾ ഈ കാറിലൊക്കെ വരേണ്ടത് എന്ന്. അങ്ങനെ ഞാൻ ഇറങ്ങിയപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് ഞാനാണ് എന്നുള്ളത്. അങ്ങനെ ഓൾ വേഗം വീട്ടിൽ കയറിയേക്കും. ഓളെ വണ്ടിമ്മക്കാണ് ആദ്യം ഓടിയത്. ഞാനാണ് വേഗം അടുക്കളയ്ക്ക് ഓടി. എന്തൊക്കെ അച്ചാറിട്ട് വെച്ചിരിക്കണം നോക്കാൻ. നല്ല നെല്ലിക്കച്ചാറും ഉണ്ടായിരുന്നു. പിന്നെ ഏതോ ഒരു കുട്ടി കൊടുന്ന മിക്സഡ് അച്ചാറും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തിന്ന് ഉഷാറായി. അതൊക്കെ തിന്നപ്പോഴാണ് ഒരു സമാധാനമായത്. പിന്നെ അപ്പോഴത്തേനും ഓള് മുറ്റത്തൊക്കെ ഇറങ്ങി എളാപ്പാൻ്റെ മോൻ്റെ അടുത്തേക്കൊക്കെ പോയിട്ട് കളിക്കിയിരുന്നു. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.